നമ്മൾ ആ സിക്കുകാരൻ സജീന്ദർ സിംഗ് എന്നാ പറഞ്ഞത്. അവിടെ ആ വണ്ടിയിൽ തന്നെ നമ്മൾ ബാഗൊക്കെ വെച്ചിട്ടാണ് പോയിട്ട് അയാളിലുള്ളൊരു വിശ്വാസം. ഒരു വലിയ പരിചയമൊന്നുമില്ല. നമ്പറൊക്കെ തന്ന് 12 മിനിറ്റും കൊണ്ട് വരാനും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അയാൾ ചോദിച്ചതിൽ ബാഗിൽ പൈസ എന്തെങ്കിലും വെച്ചിക്കണോ ചോദിച്ചു. അപ്പോൾ ഇല്ലാണ്, കാരണം അതുണ്ടെങ്കിൽ എടുക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി പോവുകയാണ്. അലോടാണോന്ന് അറിയില്ല. ക്യാമറ തൽക്കാലം ഓഫാക്കാണ്. അല്ല അതിൽ ലൊക്കേഷൻ ഇട്ടുതരാം വാട്സപ്പിക്ക്. ഇതിപ്പോ കണ്ട നോക്കി അടുത്തേക്ക് എത്താനാണ്. മോട്ടിലാൽ നെഹ്റു, സ്വരൂപ് റാണി, ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ, ഇന്ദിര ആൻഡ് കമല പോൾ, ഇന്ദിര പ്രിയദർശിനി നെഹ്റു, കമല നെഹ്റു, കൃഷ്ണകുമാരി, ജവഹർലാൽ നെഹ്റു, വിജയലക്ഷ്മി പണ്ഡിറ്റ് ആൻഡ് ഇന്ദിര ജനീവ. 1926. ആനന്ദ് ഭവൻ അപ്പു മസ്കോട്ട്, ഏഷ്യൻ ഗെയിംസ്. आनंद भवन अलाहाबाद. मोदी के खाई का बात करते हैं, कोई साइड से देखें कॉर्पोरेट के इंदिरा प्रियदर्शिनी नेहरू. പ്രിയദർശിനി വാസ് ബോൺ ഓൺ 1970. 1917 ആനന്ദ് ഭവൻ്റെ അലഹാബാദിൽ ജനിച്ചതാണ് കേട്ടോ. Indira's wedding saree worn from yarn spun by Jawaharlal Nehru during on his prison terms and the vessels used at the verdict ceremony. 1942 കല്യാണത്തിന് അന്നത്തെ സാരിയാണെന്നാണ് പറയുന്നത്. കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ അതാ കൊടുത്തിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ഫോട്ടോസാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടീമർട്ടി ഹൗസ്, ന്യൂഡൽഹി. വിത്ത് പ്രൈം മിനിസ്റ്റർ അറ്റ്ലി, ലണ്ടനിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ്. ജവഹർലാൽ നെഹ്റു ആൻഡ് ഇന്ദിരാഗാന്ധി, ടീമർട്ടി ഹൗസ്, ന്യൂഡൽഹി. 1964. ദ ഫ്യൂണറൽ പ്രൊസഷൻ ഓഫ് ജവഹർലാൽ നെഹ്റു, ന്യൂഡൽഹി, മെയ് 28, 1964. ജനം കണ്ടില്ല, ജനത്തിൻ്റെ തിരക്ക്. Indira Gandhi and the world.
Basket metal encrusted with coral and stones presented by King Virendra of Nepal. Presented by United Kingdom, presented by Marshall USSR, USA. Presented by the government of Qatar. Presented by the government of Saudi Arabia. Presented by the government of Kuwait. Kuwait government of Bhutan. Bhutan jewelry silver with stone presented by the government of Mexico. From Argentina. Argentina presented from Mexico. Presented by President Jose Lopez. Presented by the government of Mexico. Silver box presented by Jayawardena of Sri Lanka. അങ്ങനെ നമ്മൾ എക്സിറ്റ് അടിച്ചു. മ്യൂസിയത്തിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളാണ് കേട്ടോ കണ്ടത്. ഇതൊക്കെ മറ്റേ സന്തോഷ് ജോസ് കുളങ്ങര പറയുന്ന മാതിരി ഇന്ത്യ എന്താണെന്ന് അറിയാൻ ഇതൊക്കെ വന്ന് കാണണം. നമ്മൾക്ക് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത സ്റ്റഡി ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിട്ടുള്ളത്. അവിടെ ലൈബ്രറിയാണ്, കുറേ ബുക്കുകൾ അടക്കി വെച്ചിട്ടുണ്ട്. രാജീവ് സെക്ഷൻ ആട്ടോ. ഇനി ഞാൻ പുറത്തേക്ക് രാജീവ് സെക്ഷൻ. The section of the house was where Indira Gandhi and Rajiv lived almost 16 years. ഇതിനുണ്ട് ഫോട്ടോ തരണേ. രാജീവ് ടൂൾസ് ബോക്സ് ഓഫ് മെനി ഇയേഴ്സ്. ഒരുപാട് വർഷം മുമ്പത്തെ ടൂൾസ് ബോക്സ് ആണെന്നാണ് പറയുന്നത്. റേഡിയോ അസംബ്ലിഡ് ബൈ രാജീവ് ഗാന്ധി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇയർ കൊടുത്തിരിക്കുന്നത് 1984. രാജീവ് ഗാന്ധിയുടെ ചെറുപ്പത്തിൽ ഫോട്ടോ എടുത്തത്. ഓപ്പൺ എയർക്രാഫ്റ്റ്. പൈലറ്റ് ലൈസൻസ് കാപ്പ്. Plus we look back from Rajiv days as pilot with an Indian Airlines Corporation. 1968. Khadi Kurtanda Angastra Rajiv often. Rajiv Gandhiന്റെ വസ്ത്രമാണ് പറഞ്ഞത്. ടോഷിബൻ്റെ ലാപ്ടോപ്പ് കേട്ടോ. Given by the people of Rajiv Gandhi during his tours of the country.
രാജീവ് ഗാന്ധിൻ്റെ മ്യൂസിയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഫുള്ള് രാജീവ് ഗാന്ധിൻ്റെ ചെറുപ്പം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ഇവിടെ ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ മാസ്ക് ഇവിടെ നിർബന്ധം കേട്ടോ, മാസ്ക് അയച്ചിടരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ അവിടെ. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എനിവൺ ക്യാൻ ബി ദ ഇന്ത്യൻ ആൻഡ് നോട്ട് ബി പ്രൗഡ്. ഒരു ഇന്ത്യനായിട്ട് എങ്ങനെ പ്രൗഡ് ചെയ്യാതിരിക്കാൻ കഴിയുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡയറി ഇന്ദിരാഗാന്ധിൻ്റെ, പിന്നെ പോസ്റ്റ് കാർഡുകൾ, പെന്ന് ഒക്കെ വെക്കാൻ വെച്ചിട്ടാണ് 20 രൂപ. കീറിങ്, മാഗ്നറ്റ്, പെൻസില്, ലേപ്പിൾ പിൻ, അനലോഗ് കോട്സ്, സ്കെയിൽ, ഇതൊക്കെ നമ്മളെ ഇങ്ങനെ വെക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്പർ ഓഫ് മോമെൻറ്റ്സ്, പുസ്തകങ്ങളും ലൈബ്രറിയും എല്ലാം ഇവിടെ വെക്കാൻ വെച്ചിരിക്കുക. യു കനോട്ട് ഷേക്ക് ഹാൻഡ്സ് വിത്ത് ഇതൊക്കെ വെക്കാൻ വെച്ചിട്ടുള്ളതാണ്. പ്ലീസ് വെയർ മാസ്ക്. കൊടുത്തും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതോടെ നമ്മളെ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടിയും കഴിഞ്ഞു. ഇനി നേരെ എക്സിറ്റ് അടിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വന്നത് അത്ര നേരം കണ്ടാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. സേനാഭവൻ, സേനാഭവനാണ് കേട്ടോ, അതാണ് അതിന് പറയുക. കണ്ടില്ലേ, ഇതൊക്കെ സേനാഭവനാണ്. ഇതാണ് പ്രസിഡന്റ് ഹൗസ്. അവിടെ കാണുന്നതാണ് പാർലമെന്റ്. ആ റൗണ്ടിൽ കാണാക്കണ പാർലമെന്റ് കണ്ടല്ലേ. പോണല്ലോ, അത് വിടായിരിക്കും അല്ലേ, അങ്ങോട്ട് വിടായിരിക്കും അല്ലേ. നമ്മളെ പാർലമെന്റിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്ക് ഇടാം. പാർലമെന്റിന്റെ അടുത്തേക്ക് ആ കാണാൻ പ്രസിഡന്റ് ഹൗസ് കേട്ടോ. പ്രസിഡന്റ് ഹൗസ് ഒക്കെ വമ്പം ഹൗസാണ് കേട്ടോ. പാർലമെന്റ് ആക്കുന്ന റൗണ്ടിലൊക്കെ ഉണ്ട്. അതൊക്കെ പോകാൻ പറ്റുമോന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയേക്കാം. വെടിയൊക്കെ ഒന്നും ഇല്ലായിരിക്കും അല്ലേ, കണ്ടുപോരാം. ഇതാണ് കേട്ടോ പ്രസിഡന്റ് ഹൗസ്. ഒന്നും കൂടി കാണിച്ചിട്ട് അടുത്തുനിന്ന് ഉണ്ടല്ലേ പ്രസിഡന്റ് ഹൗസ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ കാണുന്നതാണ് പാർലമെന്റ്. പാർലമെന്റിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് അധികം എൻട്രി ഇല്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ. ജനാധിപത്യത്തിൻ്റെ ദിശയിലൊക്കെ കാണുന്നുണ്ട്. ഏതാണ് അത്? മിഗ്ഗാണോ? മിഗ്ഗൊന്നല്ല, ഇടയ്ക്ക് രണ്ടെണ്ണം കാണുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു ഓഫീസാണെന്ന് അറിയുന്നത്. ഇതാണ് റെയിൽവേന്റെ ഓഫീസ് കേട്ടോ. ട്രെയിനിന്റെ ഒരു ബോഗി ഇവിടെ കൊണ്ടുവന്ന് എടുക്കണം. ബുള്ളറ്റ് ട്രെയിനിന്റെ മാതിരിയുണ്ട് ഫ്രണ്ട് കണ്ടാല്. ന്യൂ പാർലമെന്റ്. ആ, ഇവിടെയാണല്ലോ ന്യൂ പാർലമെന്റ് വരുന്നത്. ഡെഡിക്കേറ്റഡ് ലൈൻ ഫോർ പാർലമെന്റ് ഹൗസ്. എത്ര? 5000 കോടി രൂപന്റെ പ്രൊജക്റ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. എന്താ അറിയില്ല കേട്ടോ, സത്യാണല്ലേ എന്നൊക്കെ. 5000 കോടിയൊക്കെ കാര്യമല്ല, അതിൽ ഒമ്പത് പാർട്ടിനെ പറഞ്ഞുള്ളൂ. अनुसंधान भवन. हेलो, अगर आपको होटल बुक कराना है तो पहाड़गंज करा लो, वापस आएगा तो वहाँ स्टे कर लेगा. राम शक्ति भवन. आपको जब दिल्ली आएगा हाँ तो अभी होटल इधर सस्ता है. अब 3 आदमी को होगा 1200-1300 रुपये. हाँ റിസർവ് ബാങ്കോ? ഇവിടെ നമ്മൾ പൈസ ഒക്കെ അടിച്ചിറക്കണം കേട്ടോ. ഇതാ DDCന്റെ ഓഫീസ്. റിസർവ് ബാങ്കും DDCന്റെ ഓഫീസാണ് ഇപ്പൊ കണ്ടത്. ഗുരുനാനക് അമ്പലം
അത് വരുന്നത് പഞ്ചാബിന്റെ പഞ്ചാബികളെ सबके लिए अंदर कोई भी जाए लंगर फ्री रोटी फ्री सब फ्री सबके लिए അവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതുണ്ടായിരുന്നു അവിടെ കാണാൻ പറ്റിയില്ല അല്ല കാണിക്കാൻ പറ്റിയില്ല आएगा तो मैं इधर जाएगा। तो अभी मैंने